ഹലോ എവരിവൺ. തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന പവർ റിച്ച് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, ഈ കമ്പനിയെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ലക്ഷ്യമാക്കുന്നത്. എന്ന് വെച്ചാൽ കമ്പനി മുന്നോട്ട് വെക്കുന്ന പദ്ധതികൾ, ആ കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് കമ്പനി മുന്നോട്ട് വെക്കുന്നത് എന്നതിനെ കുറിച്ച് വളരെ ഹ്രസ്വമായി നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കാനാണ് ഞാൻ ലക്ഷ്യമാക്കുന്നത്. തമിഴ്നാട്ടിലെ ഈരോഡ് ജില്ലയിൽ ഭവാനി റോഡിലെ ലക്ഷ്മി തിയേറ്ററിന് മുൻവശത്താണ് കമ്പനി സ്ഥിതി ചെയ്യുന്നത്. നാച്ചിപ്പൻ എന്ന് പറയുന്ന ഒരു മഹൽ വ്യക്തിയാണ് കമ്പനിയുടെ ഫൗണ്ടർ. ഏതാണ്ട് 4 വർഷമായി കമ്പനി പ്രവർത്തിച്ചു വരുന്നു. കമ്പനി മുന്നോട്ട് വെക്കുന്ന പുതിയ പ്രൊജക്ടുകളാണ് റീചാർജ് പോർട്ടലും അതുപോലെ തന്നെ ഇ കൊമേഴ്സും തുടങ്ങിയ സംരംഭങ്ങൾ. നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുകയും എല്ലാവരിലേക്കും വരുമാനം എത്തിക്കുകയും ചെയ്യുക എന്നതാണ് കമ്പനി ലക്ഷ്യമാക്കുന്നത്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ 100% ട്രസ്റ്റബിളും സെക്യൂരുമായിട്ടുള്ള ഒരു കമ്പനിയാണ് പവർ റിച്ച് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. PRMലെ അഥവാ പവർ റിച്ച് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലെ ക്ലബ്ബ് മെമ്പർഷിപ്പിലെ റീജനറേഷൻ എന്ന് പറയുന്ന പ്ലാൻ, അത് ഒരു 2 മെട്രിക് ടീം ആട്ടോ പ്ലേസ്മെന്റ് പ്ലാനാണ്. 2 മെട്രിക് ടീം ആട്ടോ പ്ലേസ്മെന്റ് പ്ലാൻ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അഥവാ ഒരു വ്യക്തിയുടെ താഴെ 2 ആളുകൾ മാത്രമേ പ്ലേസ് ആവൂ. ലെഫ്റ്റും റൈറ്റും അതുപോലെ തന്നെ ബൈനറിയും സൺഫ്ലവറും എന്നൊക്കെ പറയുന്ന ഒരു നെറ്റ്വർക്ക് സിസ്റ്റം ഇവിടെ ഇല്ലേ ഇല്ല. ഇവിടെ 149 രൂപ മുടക്കി ഒരു റീചാർജ് പോർട്ടലാണ് നാം വാങ്ങിക്കുന്നത്. പക്ഷേ അതിലൂടെ എന്ത് ബെനിഫിറ്റാണ് നമുക്ക് ലഭിക്കുന്നത്? ഈ പോർട്ടൽ ഉപയോഗിച്ച് ഇപ്പോ നിലവിലുള്ള മൊബൈൽ റീചാർജ്, അതുപോലെ തന്നെ DTH റീചാർജ്, ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യൽ തുടങ്ങി ഇപ്പോ നിലവിലുള്ള സർവീസുകൾ, ഇനി വരാൻ പോകുന്ന മറ്റു സേവനങ്ങൾ, അതെല്ലാം ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം ഒരു നിശ്ചിത വരുമാനം, അതായത് അതിന്റെ പ്രൊവൈഡർമാർ എത്ര വരുമാനമാണോ PRMന് നൽകുന്നത്, അതിന്റെ 50% സർവീസ് നടത്തുന്ന ID കാർഡിന് ലഭിക്കുകയും ബാക്കി വരുന്ന 50% IDയുടെ മുകളിലേക്കുള്ള 20 ലെവലുകളിലേക്ക് തുല്യമായി വിഹിതം വെച്ച് കൊടുക്കുകയും ചെയ്തു. ഇതാണ് റീചാർജ് പോർട്ടൽ സ്പോൺസർ ഇൻകം എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഈ ചാർട്ടിൽ പറയുന്നത് പോലെ, സ്ക്രീനിലെ ചാർട്ടിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഈ ചാർട്ടിൽ പറയുന്നത് പോലെ, അതായത് പ്രസ്തുത വരുമാനം കൂടാതെ ലഭിക്കുന്നത് ഡയറക്റ്റ് റെഫറൽ ബോണസ് എന്ന് വെച്ചാല്, നമ്മൾ ഒരാളെ 149ന്റെ പ്ലാൻ ജോയിൻ ചെയ്യിപ്പിച്ചാൽ നമുക്ക് ആ വ്യക്തിയിൽ നിന്നും 50 രൂപ ഡയറക്റ്റ് റെഫറൽ ബോണസ് ആയിട്ട് ലഭിക്കുന്നു. ഇത് കൂടാതെ മുകളിലോട്ട് 20 ലെവലിലേക്ക് 3 രൂപ വീതം ലെവൽ ബോണസായും ലഭിക്കുന്നതാണ്. മറ്റൊന്ന്, നമ്മൾ ഡയറക്റ്റായി 10 അതിൽ കൂടുതലോ പേരെ കൊണ്ടുവന്നാൽ നമുക്ക് ഇൻസെന്റീവായി 1 രൂപ വീതം ലഭിക്കുന്നു. ഇതും 20 ലെവലുകളിലേക്ക് ലഭിക്കും. ഈ 20 ലെവൽ എന്ന് പറയുന്നത് ഓട്ടോ പ്ലേസ്മെന്റ് ആണ്. നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. 20 ലെവൽ എന്ന് പറയുന്നത് 20 ലെവലിലുള്ള 100 10,000 ആളുകളെ നമ്മൾ ഒന്നിച്ചു കൊണ്ടുവരികയല്ല ചെയ്യുന്നത്. മറിച്ച് 20 ലെവൽ എന്ന് പറയുന്നത് തികച്ചും ഓട്ടോ പ്ലേസ്മെന്റ് ആണ്.
ഈ 3 രൂപ വീതം ലഭിക്കുന്ന 20 ലെവലുകളിലൂടെ നമ്മുടെ അക്കൗണ്ടുകളിൽ എത്തുന്നത് മിനിമം 62 ലക്ഷം രൂപയാണ്. ഇൻസെന്റീവ് കൂടെ ചേർത്ത് 4 രൂപ വീതമാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ എത്തുന്നത് എത്രയാണ്? 62 ലക്ഷം രൂപക്ക് പകരം 83 ലക്ഷം രൂപയാണ്. 149 രൂപ മുടക്കി ഒരു പോർട്ടൽ വാങ്ങിക്കുന്നതിലൂടെ അതല്ലെങ്കിൽ വാങ്ങിച്ചതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഇത്രയും വലിയ എമൗണ്ട്. ഇതിന്റെ കൃത്യമായ രീതി, ഇതിന്റെ കൃത്യമായ സ്ട്രാറ്റജി നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നമുക്കെല്ലാം ഇതും ഇതിലപ്പുറവും ഏൺ ചെയ്യാൻ കഴിയും. 149 രൂപ നമ്മൾ മുടക്കുമ്പോൾ നമുക്ക് ഇവിടെ ലഭിക്കുന്നത് ബ്രൗൺസ് എന്ന് പറയുന്ന ഒരു പ്ലാനാണ്. മൊത്തം നമ്മുടെ കമ്പനിക്ക് 6 പ്ലാനുകളാണുള്ളത്. 149ന്റെ ബ്രൗൺസ് എന്ന് പറയുന്ന പ്ലാൻ ഉൾപ്പെടെ 6 പ്ലാനാണുള്ളത്. ഈ പ്ലാനിൽ ഏതിലേക്ക് വേണമെങ്കിലും നമുക്ക് മാറാവുന്നതാണ്. നമ്മുടെ ID നമ്പറോ അതല്ലെങ്കിൽ മെമ്പർഷിപ്പോ ഒന്നും മാറ്റേണ്ടതില്ല. വേറെ ID ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ 149ന്റെ പ്ലാനിൽ നമ്മുടെ താഴെ ആരൊക്കെയാണോ ഉള്ളത് അവർ തന്നെയായിരിക്കും മറ്റു പ്ലാനിലേക്ക് നമ്മൾ മാറിയാലും നമ്മുടെ താഴെ ഉണ്ടാവുക. 149ന്റെ ബ്രൗൺസ് എന്ന് പറയുന്ന പ്ലാന് നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഡൗണിൽ ആരൊക്കെയാണോ പ്ലേസ് ആയിട്ടുള്ളത് ആ പ്ലേസ് ആയവർ തന്നെയായിരിക്കും നമ്മൾ അടുത്ത പ്ലാനിലേക്ക് മാറിയാലും നമ്മുടെ താഴെ ഉണ്ടാവുക. ഐഡികൾ എങ്ങോട്ടും മാറുന്നില്ല. ആ പഴയ ഐഡികൾ തന്നെ ആയിരിക്കും ഉണ്ടാവുക. മറ്റൊന്ന് 149 കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ഒരു പ്ലാൻ എന്ന് പറയുന്നത് 399 രൂപയുടെ സിൽവർ പ്ലാൻ ആണ്. ഈ സിൽവർ പ്ലാൻ ആക്ടിവേഷൻ ചെയ്യാൻ നമ്മുടെ കയ്യിൽ നിന്നും പണം മുടക്കണം എന്നുള്ള ഒരു നിർബന്ധവുമില്ല. ഇനി ഒരാൾ കയ്യിൽ നിന്ന് മുടക്കിയാൽ അത് വലിയ പ്രശ്നമാണ് എന്നല്ല പറയുന്നത്. മറിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പണം മുടക്കാൻ വേണ്ടി കമ്പനി നമ്മോട് പറയുന്നില്ല. അങ്ങനെ ഒരു നിർബന്ധവുമില്ല. മറിച്ച് നിങ്ങളുടെ അക്കൗണ്ടിൽ വന്ന പ്രോഫിറ്റ് എടുത്തിട്ട് ആ പ്രോഫിറ്റിൽ നിന്ന് അടുത്ത പ്ലാനിലേക്ക് മാറിയാൽ മതി. ഒരു 800 രൂപയോ 1000 രൂപയോ നമ്മുടെ അക്കൗണ്ടിൽ വരുമ്പോൾ ആ പ്രോഫിറ്റിൽ നിന്ന് 399 രൂപ എടുത്തിട്ട് അവിടെ വെച്ച് തന്നെ എന്ത് ചെയ്യാം? ആഡ് ഫണ്ട് ഒന്നും കൊടുക്കാണ്ട് അവിടെ വെച്ച് തന്നെ എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത പ്ലാനിലേക്ക് ചേഞ്ച് ആവാവുന്നതാണ്. അതിനുള്ള ഓപ്ഷൻ നമ്മുടെ സൈറ്റിനകത്തുണ്ട്. കയ്യിൽ നിന്ന് പണം മുടക്കണം എന്നുള്ള ഒരു നിർബന്ധമില്ല. അങ്ങനെ 399 രൂപയുടെ പ്ലാനിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്ന ഗുണം എന്താ? നമ്മളെ ജോയിൻ ചെയ്യിപ്പിച്ച വ്യക്തിക്ക് രണ്ടാമതായിട്ട് ഒരു റെഫറൽ ഇൻകം വീണ്ടും പോകും. 399 രൂപയുടെ പ്ലാനിലേക്ക് നമ്മൾ മാറുമ്പോൾ റെഫറൽ ഇൻകമായിട്ട് അയാൾക്ക് 100 രൂപ വീണ്ടും ലഭിക്കും. ലെവൽ ഇൻകമായിട്ട് 12 രൂപ വീണ്ടും അതും ലഭിക്കുന്നു. അപ്പോ 149ന്റെ പ്ലാനിൽ നമ്മൾ നിൽക്കുമ്പോൾ അവിടുത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 50 രൂപ റെഫറൽ ഇൻകവും 3 രൂപ ലെവൽ ഇൻകവുമാണ്. 399ന്റെ പ്ലാനിലേക്ക് നമ്മൾ മാറിയപ്പോൾ അവിടെ എന്തായി? റെഫറൽ ഇൻകം 100 രൂപയായ റെഫറൽ ഇൻകം, 12 രൂപയായി ലെവൽ ഇൻകം. ഇതാണ് ഇതിന്റെ സിസ്റ്റം. ഇവിടെ 6 പ്ലാനുകളും വർക്ക് ചെയ്യുന്ന ഒരേ സ്ട്രക്ചറിലാണ്. എന്ന് വെച്ചാൽ പുതിയ ID ക്രിയേറ്റ് ചെയ്യേണ്ട, പുതിയ മെമ്പേഴ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട. നിലവിലുള്ള മെമ്പേഴ്സ് എല്ലാം ആ പുതിയ ഐഡിയുടെ താഴെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. പഴയ ഐഡിയുടെ താഴത്തുള്ളതൊക്കെ പുതിയ ഐഡിയുടെ താഴത്തും ഉണ്ടാവും. അതിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാണ്ട് യാതൊരു ആവശ്യമില്ല. 6 പ്ലാൻ നിൽക്കുന്നത് ഒറ്റ സ്ട്രക്ചറിലാണ്. 149ന്റെ ഒരൊറ്റ സ്ട്രക്ചറിലാണ് 6 പ്ലാനും നിലകൊള്ളുന്നത് എന്ന് ചുരുക്കം. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു.